നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസത്തെ മഴ സാധ്യതാ പ്രവചനത്തിൽ കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് 11 ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ കേരളത്തിൽ എത്തുമെന്നും അതോടൊപ്പം തെക്കുപടിഞ്ഞാറൻ, തെക്കുകിഴക്കൻ അറബിക്കടലിന്റെ കൂടുതൽ ഭാഗങ്ങൾ, ലക്ഷദ്വീപ്, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങൾ, ബംഗാൾ ഉൾക്കടലിന്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്കും കാലവർഷം വ്യാപിക്കാൻ സാധ്യതയെന്നും പ്രവചനമുണ്ട്. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ റൈസ് പ്രോസസ്സിംഗ് സെന്റർ ആരംഭിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കൃഷിമന്ത്രിക്ക് നഗരസഭാ ചെയർമാൻ ടി.പി. ഷാജി നിവേദനം നൽകി. 5 കോടി രൂപയുടെ സമഗ്ര പദ്ധതി രൂപരേഖയും മന്ത്രിക്ക് നൽകി. കേരളത്തിലെ നെൽകൃഷി മേഖലയ്ക്കും നെൽകർഷകർക്കും പുത്തൻ പ്രതീക്ഷയേകുന്ന പുതിയ പദ്ധതിയുമായാണ് പട്ടാമ്പി നഗരസഭ രംഗത്തെത്തിയിട്ടുള്ളത്. പട്ടാമ്പി റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സെന്ററിൽ പട്ടാമ്പി മധ്യമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ അത്യാധുനിക റൈസ് പ്രോസസ്സിംഗ് സർവീസ് സെന്ററും ഡെമോൺസ്ട്രേഷൻ യൂണിറ്റും സ്ഥാപിക്കുവാനാവശ്യമായ പദ്ധതി രൂപരേഖയാണ് നഗരസഭാ ചെയർമാൻ ടി.പി. ഷാജി കൃഷിമന്ത്രി ടി. സിദ്ദീഖിന് സമർപ്പിച്ചത്. 5 കോടി രൂപയാണ് പദ്ധതിക്കായി ചിലവ് വരുന്നത്. നെല്ലിന്റെയും അരിയുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിനും സംസ്കരണത്തിനുമായി ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ നെൽകൃഷി വിസ്തൃതി കുറയുകയും ഉൽപാദന ചെലവ് വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ മൂല്യവർദ്ധിത ഉൽപ്പന്ന വികസനം അനിവാര്യമാണെന്ന് പദ്ധതി രേഖയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശാസ്ത്രീയമായ സംസ്കരണ സൗകര്യങ്ങളുടെ കുറവ് മൂലം നിലവിൽ കർഷകർക്കും വനിതാ സ്വയം സഹായ സംഘങ്ങൾക്കും ഇതിന്റെ പ്രയോജനം പൂർണ്ണമായും ലഭിക്കുന്നില്ല. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ അരി, അവിൽ, പൊരി, അരിപ്പൊടി, ഹെൽത്ത് മിക്സ്, റെഡി ടു കുക്ക് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ ശാസ്ത്രീയമായി ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഉദ്ദേശിക്കുന്നത് ആധുനിക റൈസ് പ്രോസസ്സിംഗ് സെന്റർ, സർവീസ് സെന്റർ, അതിന്റെ ഡെമോൺസ്ട്രേഷൻ യൂണിറ്റ് ഉൾപ്പെടെ 5 കോടി രൂപ ചെലവ് വരുന്ന ഒരു പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശാസ്ത്രീയ സംസ്കരണ സൗകര്യങ്ങളും കുറവ് മൂലം നിലവിൽ കർഷകരും അതുപോലെ തന്നെ വനിതാ സ്വയം സഹായ സംഘങ്ങളും ഏറെ വിഷമിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി അരി, അവിൽ, അവിൽപ്പൊടി, ഹെൽത്ത് മിക്സ് ഉൾപ്പെടെയുള്ള ഒരുപാട് വസ്തുക്കൾ നിർമ്മിക്കാനും അതുവഴി നിലവിലുള്ള വരുമാനം വർദ്ധിപ്പിക്കാനും കർഷകരെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. അതിന്റെ കെട്ടിട നിർമ്മാണം, അതിന്റെ സിവിൽ വർക്കുകൾ, അസംസ്കൃത വസ്തു സംഭരണശാല, ലാബ്, പരിശോധനാ ഹാൾ, അതിന്റെ യന്ത്രങ്ങൾ, മറ്റുള്ള ഉപകരണങ്ങൾ, റൈസ് പോളിഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള നിരവധിയായ ആവശ്യങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു പദ്ധതി തന്നെ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ആ പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടുകൂടി പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം കാർഷിക രംഗത്ത് വിപ്ലവകരമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരാൻ പോകുന്ന കാലഘട്ടത്തിൽ വിവിധ വകുപ്പുകൾക്ക് നല്ല നല്ല പദ്ധതികൾ സമർപ്പിക്കാനും അതുവഴി പട്ടാമ്പിയെ വലിയൊരു പുരോഗമനത്തിലേക്ക് സംസ്ഥാന സർക്കാരുമായി ചേർന്ന് മുന്നോട്ട് പോകുന്ന പദ്ധതികളുമായിട്ടാണ് പദ്ധതിക്ക് ആവശ്യമായുള്ള കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി രൂപരേഖയാണ് കൃഷിമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുള്ളത്. പദ്ധതിക്ക് ആവശ്യമായ ധനസഹായവും മാർഗനിർദ്ദേശങ്ങളും അടിയന്തരമായി അനുവദിക്കണമെന്നും നഗരസഭാ ചെയർമാൻ ടി.പി. ഷാജി കൃഷിമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മഴ കനക്കുന്ന സാഹചര്യത്തിൽ കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപത്തെ റോഡിൽ വൻ വാഹനാപകട സാധ്യത. മഴവെള്ളം മൂടിയ വഴിയിലൂടെയുള്ള യാത്ര അപകടയാത്രയായി മാറുമെന്ന ഉറപ്പാണ് ഈ ദൃശ്യങ്ങൾ നമ്മോട് പറയുന്നത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചിട്ട റോഡിന്റെ ഒരു ഭാഗം ഇപ്പോൾ തന്നെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. വരും ദിവസങ്ങളിൽ മഴ ഇനിയും ശക്തമായാൽ ഈ ഭാഗത്തെ റോഡ് ഏതാണ്ട് പൂർണ്ണമായി വെള്ളത്തിനടിയിലാകും. ഇപ്പോൾ തന്നെ റോഡേത് വൻകുഴികളേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇരുചക്രവാഹനങ്ങളും കാറുകളും ഓട്ടോറിക്ഷകളുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ
അപകട ഭീഷണി നേരിടാൻ പോകുന്നത്. വെള്ളത്തിനടിയിലെ റോഡ് എവിടെയെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാതെ വരും ദിവസങ്ങളിൽ വലിയ വാഹനങ്ങൾ പോലും മറിഞ്ഞു വീഴാൻ സാധ്യതയേറെയാണ്. നിലവിൽ ഈ ഭാഗത്തെ യാത്ര അതീവ ദുർഘടമായി മാറിയിരിക്കുകയാണ്. വെള്ളം മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ നിറയെ വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിനു പുറമെ അതിരൂക്ഷമായ ചെളി കെട്ടിക്കിടക്കുന്നത് കാൽനടയാത്രക്കാർക്കും വലിയ ദുരിതമാണ് നൽകുന്നത്. ഒരു വലിയ അപകടം സംഭവിച്ചതിനു ശേഷം മാത്രം അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചാൽ മതിയോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ഏതു നിമിഷവും ഒരു വൻ ദുരന്തം വെളിപ്പാടകലെയുള്ള കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപം അടിയന്തരമായി അധികൃതരുടെ ഇടപെടൽ ഉണ്ടായേ തീരൂ. തകരാറിലായി കിടന്നിരുന്ന കാർ ഉടമ അറിയാതെ ആക്രി കച്ചവടക്കാർക്ക് വിൽപ്പന നടത്താൻ ശ്രമിച്ചത് നാടകീയ രംഗങ്ങൾക്കിടയാക്കി. ചങ്ങരംകുളം വളയംകുളത്തായിരുന്നു സംഭവം. വട്ടംകുളം സ്വദേശി പരീച്ചി സിദ്ദീഖിന്റെ കാർ തകരാറിലായതിനെ തുടർന്ന് വർഷങ്ങളായി വീടിന് മുൻവശത്തെ റോഡരികിൽ നിർത്തിയിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഒരു സംഘം ലോറിയും മണ്ണുമാന്തി യന്ത്രവുമായി എത്തി കാർ ലോറിയിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമം ആരംഭിച്ചു. ഇതുകണ്ട് സിദ്ദീഖിന്റെ ഭാര്യ കാര്യമന്വേഷിച്ചു. പട്ടാമ്പിയിലെ സ്ക്രാപ്പ് സാമഗ്രികൾ വാങ്ങുന്ന സ്ഥാപനം നടത്തുന്നവരാണ് തങ്ങളെന്നും ഈ കാറിന് പഴയ സാധനങ്ങളുടെ തുക നൽകി കച്ചവടം ഉറപ്പിച്ചതാണെന്നും അവർ അറിയിച്ചു. ഇതിനിടെ സിദ്ദീഖും സ്ഥലത്തെത്തി. വാഹനം തങ്ങളുടേതാണെന്നും ആർക്കും വിൽപ്പന നടത്തിയിട്ടില്ലെന്നും സിദ്ദീഖ് പറഞ്ഞു. വിവരമറിഞ്ഞ് നാട്ടുകാരും തടിച്ചുകൂടി. ഒടുവിൽ ചങ്ങരംകുളം പോലീസിൽ വിവരമറിയിച്ചു. പോലീസെത്തി വാഹനം കൊണ്ടുപോകാനെത്തിയവരെ ചോദ്യം ചെയ്തു. തൃത്താല പടിഞ്ഞാറങ്ങാടിയിലുള്ള 21 വയസ്സുകാരൻ വഴിയരികിൽ കിടക്കുന്നത് തന്റെ വാഹനമാണെന്നും വിൽപ്പന നടത്താൻ താൽപ്പര്യമുണ്ടെന്നും കച്ചവടക്കാരെ അറിയിക്കുകയായിരുന്നു. ഇയാൾ സ്ഥലത്തെത്തി വാഹനം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. കച്ചവടമുറപ്പിച്ച ശേഷം പണവും കൈപ്പറ്റിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വാഹനം കൊണ്ടുപോകാനായി സംഘമെത്തിയത്. ഒടുവിൽ പോലീസ് ഇവരുമായി പടിഞ്ഞാറങ്ങാടിയിലേക്ക് തിരിച്ചു. യുവാവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത്. യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് ചങ്ങരംകുളം സ്റ്റേഷനിൽ എത്തിച്ചെങ്കിലും മധ്യസ്ഥ ചർച്ചയിൽ തുക തിരികെ നൽകണമെന്നും കാർ വാഹനത്തിൽ കയറ്റുമ്പോഴുണ്ടായ തകരാറുകൾ പരിഹരിച്ച് നൽകണമെന്നും അറിയിച്ചതിനെ തുടർന്ന് കേസെടുക്കാതെ പ്രശ്നം അവസാനിപ്പിക്കുകയായിരുന്നു. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും KSEB ജീവനക്കാരനുമായ സുന്ദരൻ മുണ്ട്രക്കോടിന്റെ പേമുഖം എന്ന നോവൽ പ്രകാശനം ചെയ്തു. കുമ്പിടി പുറമതിൽശ്ശേരിയിൽ നടന്ന ചടങ്ങിൽ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ സാമൂഹിക പ്രവർത്തക വി ജ്യോതിക്ക് പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശനം നടത്തി. സുന്ദരൻ മുണ്ട്രക്കോടിന്റെ നോവലിൽ ഗ്രാമീണ ജീവിതങ്ങളുടെ നന്മയും സൗന്ദര്യവും ദർശിക്കാനാകുമെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. പ്രശസ്ത വയലിനിസ്റ്റ് ഗംഗാ ശശിധരൻ ഭദ്രദീപം കൊളുത്തിയ ചടങ്ങിൽ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PN അംബിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി ഡോക്ടർ സ്മിത ദാസ് പുസ്തകം പരിചയപ്പെടുത്തി. തൃത്താല പോലീസ് സബ് ഇൻസ്പെക്ടർ K ഹംസ, ഡോക്ടർ KV ഷഹീൻ, ആനക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സീനത്ത് പുളിക്കൽ, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ TK സുനിൽകുമാർ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രജീഷ്, ആനക്കര കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് സേതു മാഷ് തുടങ്ങിയവർ സംസാരിച്ചു. സുന്ദരൻ മുണ്ട്രക്കോട് മറുപടി പ്രസംഗം നടത്തി. ഓങ്ങല്ലൂർ മരുതൂർ ബഡ്സ് സ്കൂളിൽ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ മരുതൂരിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിലാണ് പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടത്തിയത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ പ്രവേശനോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ചേർത്ത് പിടിക്കേണ്ടവരെയും വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു വിഭാഗം കുട്ടികളെ ഇത്തരത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് കഴിഞ്ഞ കുറെ വർഷക്കാലമായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്കൂളുകൾ നടപ്പിലാക്കി വരുന്നു. വളരെ കൃത്യതയോടുകൂടി നമുക്ക് പറയാൻ വേണ്ടി കഴിയും, പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിൽ ആദ്യമായി തുടങ്ങിയ സ്കൂൾ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഈ ബഡ്സ് സ്കൂളാണ്. ഇന്ന് നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ബഡ്സ് സ്കൂളുകളുണ്ട്. നല്ല നിലവാരമുള്ള കെട്ടിടങ്ങളും ഒക്കെയുള്ള ബഡ്സ് സ്കൂളുകൾ ഉണ്ടെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്ന സ്കൂളെന്നും ഓങ്ങല്ലൂരിലെ സ്കൂളാണ്. നമുക്കറിയാം, സാധാരണ സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികളെ പോലെയല്ല ഈ സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ. ഏത് രക്ഷിതാവിനും തന്റെ മക്കൾ തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വളർന്നു വരണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ്. എന്നാൽ അവരുടെ പരിമിതികൾ അത് അവരുടെ കുറ്റമല്ല, മാതാപിതാക്കളുടെയും കുറ്റമല്ല. അത്തരം പരിമിതികളുള്ള കുട്ടികൾക്ക് ആ കുട്ടികളെ കണ്ടെത്തുകയും മാതാപിതാക്കൾക്ക് ഒരു ആശ്വാസമാകുന്നതിന് വേണ്ടി അവരെ ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ
കൊണ്ടുവന്ന് ചേർക്കണം എന്ന് നിർബന്ധം പിടിക്കുകയും പട്ടാമ്പി ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് JCയുടെ നേതൃത്വത്തിൽ യൂണിഫോമുകൾ നൽകി. പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത് അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ബേബി ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AP വിജയകുമാർ, സത്യജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണൻ, ശ്രീകുട്ടൻ, സ്കൂൾ പ്രധാനാധ്യാപകൻ അശ്വരാജ്, JC പ്രതിനിധികളായ അൻസാർ ചന്തപ്പുരയിൽ, മുഹമ്മദ് റഫീഖ് തുടങ്ങിയവരും പങ്കെടുത്തു. വിളയൂർ ബഡ്സ് സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വിളയൂർ ബഡ്സ് സ്കൂളിൽ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെയാണ് നടത്തിയത്. രാവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അടിയന്തരമായിട്ടെന്ന് പറയാം, അത്യാവശ്യമാണെന്നും പറയാം. അതുപോലെ തന്നെ ഉള്ള കുറേ സൗകര്യങ്ങൾ നമ്മുടെ ഒരു സ്ഥാപനത്തിന് വേണ്ടുന്ന ഇന്നത്തെ കാലത്ത് സ്ഥാപനത്തിന് വേണ്ടി വരുന്ന ഒരു കമ്പ്യൂട്ടർ പ്രിന്റ് അടക്കമുള്ള സൗകര്യങ്ങൾ, നമ്മുടെ ബാങ്ക് സംഘത്തിന്റെ സ്കൂളിലുള്ള ബാങ്ക് സംഘം ചുറ്റുപാട് എവിടെയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ബാങ്ക് സംഘത്തിനെ പരിപോഷിക്കുന്നത് നമ്മളൊക്കെ ഒരു കടമയാണ്, ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടുന്ന അവരുടെ സാധനങ്ങളൊക്കെ വൃത്തിയാക്കി കൈകാര്യം ചെയ്യുന്നതിന് എടുത്തു വയ്ക്കുന്നതിന് വേണ്ടിയുള്ള അലമാറകളും അനുബന്ധമായിട്ടുള്ള കുറേ സൗകര്യങ്ങളും നമ്മളൊക്കെ പോയായിരുന്നു. ഇനി ഇതിലും ഉപരിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വർഷത്തെ പദ്ധതിയോട് ബന്ധപ്പെട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ കണ്ട നടപടി തോന്നാൻ എല്ലാ വർക്കുകളും സമയം വിചാരിച്ചു. ഇനി അതിൽ നമുക്ക് കേക്ക് മുറിച്ചും കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുമായിരുന്നു പ്രവേശനോത്സവം കൊണ്ടാടിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബഷിറ സാബിർ അധ്യക്ഷയായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷൻ ഹുസൈൻ കണ്ടങ്കാവ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ബേബി ഗിരിജ, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരും പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു. കൊപ്പം അഭയത്തിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന വില്ലിൽമേൽ തായമ്പക ശ്രദ്ധേയമായി. കൊപ്പം അഭയത്തിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് വില്ലിന്മേൽ തായമ്പക അരങ്ങേറിയത്. ഗുരുവായൂർ കലാമണ്ഡലം രാജനും മുളയങ്കാവ് അരവിന്ദാക്ഷനുമാണ് വില്ലിന്മേൽ തായമ്പക അവതരിപ്പിച്ചത്. കാണികൾക്ക് ഇത് വിസ്മയ കാഴ്ചയും ഒരുക്കി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.